നമസ്കാരം. 1863 ഡാർവിൻ്റെ വേട്ടപ്പട്ടി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന തോമസ് ഹെൻറി ഹക്സ്ലി നേച്ചർ മാസികയിൽ ഒരു ലേഖനം എഴുതി. എവിഡൻസ് ആസ് ടു മാൻസ് പ്ലേസ് ഇൻ നേച്ചർ. അതിൽ ഗിബ്ബൺ, ഒറാങ്ങോട്ടാൻ, ചിമ്പൻസി, ഗൊറില്ല, മനുഷ്യൻ എന്നിവയുടെ തലയോടുകളുടെ ചിത്രവും ഉണ്ടായിരുന്നു. കൃത്യമായും മനുഷ്യപരിണാമത്തിൻ്റെ ഒരു നാൾ വഴി. അതുവരെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന മനുഷ്യൻ്റെ സ്ഥാനം മൃഗങ്ങളുടെ ഇങ്ങേ തലയ്ക്കൽ മാത്രം ആണെന്നായിരുന്നു ആ ചരിത്രപരമായ പ്രസ്താവന. നിക്കോളാസ് കോപ്പർനിക്കസ് ഭൂമിയെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും മാറ്റിയിട്ടതുപോലെ ഡാർവിനും മനുഷ്യൻ്റെ സ്ഥാനം താഴേക്ക് ഒന്ന് മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഹക്സ്ലി മനുഷ്യനെ താഴ്ത്തിക്കെട്ടുകയായിരുന്നില്ല. അപ്രതിരോധ്യമായ സയൻസിൻ്റെ മുന്നേറ്റത്തിൽ ഉന്നതിയിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണമായിരുന്നു ഹക്സ്ലിയുടേത്. അതാണ് പ്രസിദ്ധമായ ജ്ഞാനോദയത്തിൻ്റെ അഥവാ റിനൈസൻസിൻ്റെ ആണിക്കല്ലായി തീർന്നത്. പക്ഷേ ആ ഒക്കാംസ് റൈസറിന് ഇരുപുറവും മൂർച്ചയുണ്ടായിരുന്നു. സയൻസിൽ നിന്നും സയൻറ്റിസത്തിലേക്ക് അത് ക്രമേണ മനുഷ്യനെ നയിച്ചു. പിന്നീടുള്ള 150 വർഷം സയൻസിനേക്കാളേറെ സയൻറ്റിസം മനുഷ്യൻ്റെ സ്വത്വം രൂപപ്പെടുത്തുന്നതായാണ് നാം കാണുന്നത്. ഡെവലപ്മെൻറ്റ് സൈക്കോളജി IQ ആയി പരിണമിച്ച് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായും മനുഷ്യനെ നിയന്ത്രിക്കുന്നത് നാം കണ്ടു. ഇമ്മ്യൂണോളജി സ്വത്വമായി നിർവചിക്കപ്പെട്ടു. പിന്നീട് സെൽ തിയറിയും മോളിക്യുലർ പഠനങ്ങളും സെൽഫ്, നോൺ സെൽഫ് അതിർവരമ്പുകളായി വ്യാഖ്യാനിക്കപ്പെട്ടു. ജനറ്റിക് എഞ്ചിനീയറിങ്ങും സിന്തറ്റിക് ബയോളജിയും മനുഷ്യ പ്രകൃതിയെ എങ്ങോട്ട് വേണമെങ്കിലും അടിച്ചു പരത്താവുന്ന ഒന്നാക്കി നിർവചിച്ചു. രോഗ ചികിത്സാരംഗത്തും സയൻറ്റിസം കടന്നു വന്നു. 20-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ചിന്തകളിൽ 1960-കളിൽ ഉയർന്നു വന്ന ഘടനാവാദത്തിലും അതിനുശേഷമുണ്ടായ പോസ്റ്റ് ഘടനാവാദത്തിലും ഒരേപോലെ തിളങ്ങി നിന്ന ഒരു ചിന്തകനായിരുന്നു ഫൂക്കോ. ചരിത്രം, സാമൂഹിക ശാസ്ത്രം, മനഃശാസ്ത്രം, തത്വശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പൊതുവെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ എല്ലാം തന്നെ ചരിത്രത്തിൻ്റെ താത്വികമായ ഒരു വിശദീകരണമായി കാണാവുന്നതാണ്. യാഥാർത്ഥ്യത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള ചരിത്രപരമായ ഒരു അന്വേഷണമാണ് തൻ്റെ പ്രവൃത്തികളെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ദ ബുക്ക് ഓഫ് ദ ക്ലിനിക് തുടങ്ങുന്നത് ഈ മുഖവരയോടെയാണ്. ദിസ് ബുക്ക് ഈസ് എബൌട്ട് space, about language and about depth. It is about the act of seeing, the gaze. ഇതിലെ ഈ ഗെയ്സ് അഥവാ ഈ സൂക്ഷ്മ നോട്ടമാണ് അതിൻ്റെ കാതൽ. അവിടെ ലക്ഷണങ്ങളുടെ സംഘാതം എന്നതിൽ നിന്നും പാത്തോളജിക്കൽ അനാട്ടമി എന്നതിലേക്കുള്ള യാന്ത്രിക മാറ്റമല്ല, പിന്നെയോ രോഗിയും ചികിത്സകനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഭാഷയായ
വാട്ട് ഈസ് ദ മാറ്റർ വിത്ത് യു എന്ന ചോദ്യം വേർ ഡസ് ഇറ്റ് ഹർട്ട് എന്നതിലേക്ക് പരിണമിക്കുന്ന ഒരു വികാസ ചരിത്രവും കൂടെയാണ്. ഈ മാറ്റം ആത്യന്തികമായി രോഗിയുടെ ശരീരം ഡോക്ടർമാരുടെ സൂക്ഷ്മ വീക്ഷണത്തിൽ വായിച്ചെടുക്കാവുന്ന ഒരു ലിഖിതമാക്കി മാറ്റുന്നു. രോഗിയുടെ ഒരു സഹായവും കൂടാതെ ഒരു വിദഗ്ധന് സ്വന്തമായി വായിക്കാനും സ്വതന്ത്രമായി വിശദീകരിക്കാനും കഴിയുന്ന ഒരു ലിഖിതം. രോഗിക്കുണ്ടായ ഈ അന്യവൽക്കരണം രോഗത്തിനും ഉണ്ടാകുന്നു. രോഗം എന്നത് ഒരു 2 ഡൈമെൻഷണൽ തലത്തിൽ നോസോളജിക്കലായി അടുക്കി വയ്ക്കുന്ന ഒരു പേര് മാത്രമായി മാറുന്നു. കണ്ടെത്തപ്പെട്ട ഘടകങ്ങൾ ഉൾപ്പെടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെട്ട ഒരു പേര്. ഈ അടുക്കി വയ്ക്കലാവട്ടെ ബൊട്ടാണിസ്റ്റുകൾ ചെയ്യുന്ന രീതിയിൽ ജാതി അടിസ്ഥാനത്തിലുള്ള തരംതിരിവല്ല, പിന്നെയോ കെമിസ്റ്റ് മിനറോളജിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ രോഗങ്ങളുടെ ഘടകങ്ങളെയും അവയുടെ സംഘാതങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിനും ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ജ്ഞാനോദയ കാലം അഥവാ എൻലൈറ്റ്മെൻറ്റ് എറ കൊണ്ടുവന്ന മോഡേണിറ്റി മധ്യകാല അന്ധവിശ്വാസങ്ങളെ എല്ലാം എതിർത്തെങ്കിലും മോഡേണിറ്റി അതിൻ്റേതായ പുതിയ ചില അന്ധവിശ്വാസങ്ങളെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൂക്കോ 2 പ്രധാന ഘടകങ്ങളാണ് ഫ്രഞ്ച് വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്ര വഴിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന് സൂക്ഷ്മ നോട്ടം അഥവാ ഗെയ്സ്, 2 ഭാഷ. ഫൂക്കോയുടെ ക്ലിനിക്കൽ ഗെയ്സിൽ ശരീരം അഥവാ രോഗി വെറുമൊരു വസ്തു മാത്രമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൃത്യമായ പ്രക്രിയയിലൂടെ മാനവീകരണം നടത്തിയാൽ വിവരങ്ങളുടെ അല്ലെങ്കിൽ അറിവുകളുടെ ഒരു സംഘാതമായി മാറുന്ന ഒന്നാണ് രോഗി. അത് വൈദ്യശാസ്ത്ര അറിവുകളുടെ ഉറവിടമാണ്. അങ്ങനെ വിവിധ ഇനങ്ങളും തരങ്ങളുമായി വിഘടിപ്പിച്ച് എത്ര സൂക്ഷ്മതലത്തിലേക്ക് എത്താമോ അത്രയും എത്തുകയും അതിനെല്ലാം ഭാഷയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് സൂക്ഷ്മനോട്ടം സാധ്യമാകുന്നത്. ഈ സൂക്ഷ്മനോട്ടം കൂടുതൽ ബലപ്പെടുന്നത് രോഗങ്ങളെ ഫലപ്രദമായ നിലയിൽ ക്രമീകരിക്കുന്നതിനുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലൂടെയാണ്. അതായത് സയൻസ് ഓഫ് നോസോഗ്രാഫി. ഇമ്മ്യൂണോളജിയുടെ വളർച്ച സെൽഫ് അഥവാ സ്വത്വത്തെ പാരസ്പരികതയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തിച്ചു. ഗ്രാഫ്റ്റ് ചെയ്ത ടിഷ്യൂവിനെ ശരീരം പുറന്തള്ളുന്നത് അലർജി, ഓട്ടോ ഇമ്മ്യൂൺ പ്രതിരോധങ്ങൾ എല്ലാം ഒരു തരത്തിലുള്ള വ്യക്തിത്വ സംഘർഷങ്ങൾ അഥവാ ഐഡൻറ്റിറ്റി ക്രൈസിസായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ ഇമ്മ്യൂണോളജിസ്റ്റ് ഫ്രാങ്ക് ബെർണറ്റ് ഇമ്മ്യൂണോളജിയെ ദ സയൻസ് ഓഫ് സെൽഫ് എന്ന് വിളിക്കുന്നത് വരെ കാര്യങ്ങളെത്തി. എന്നാൽ 1953 ഡബിൾ ഹെലിക്സ് DNA വരവോടെ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞു. സ്വത്വത്തെ നിർവചിക്കുന്നതിന് പുതിയൊരു ഭാഷ, വിവരസാങ്കേതിക വിദ്യയുടെ ഭാഷ നിലവിൽ വന്നു. വിവരസാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ ബയോളജിയിലും വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി.
ജിനോമിന് ഒരു അക്ഷരമാല, ഇംഗ്ലീഷ് ഭാഷ പോലെ ഒരു അക്ഷരമാല ഉണ്ടായി. യുദ്ധാനന്തര സ്വത്വം വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു കോഡ് ഭാഷ ആയി മാറി. 60കളിൽ അത് സംശോധനം ചെയ്യപ്പെടാവുന്നതും തിരുത്തപ്പെടാവുന്നതും വിവർത്തനം ചെയ്യാവുന്നതുമൊക്കെയായ ഒന്നായി മാറി. DNA വ്യക്തിയുടെയും ജീവൻ്റെയുമൊക്കെ രഹസ്യ വാക്കായി മാറി. 60കളിലും 70കളിലും ശാസ്ത്രലോകത്തുണ്ടായ വലിയൊരു ഉത്കണ്ഠ ഈ പുതിയ ജീവശാസ്ത്രം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുമോ എന്നതായിരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ കൈകളാൽ തിരുത്തപ്പെടാവുന്നതാണ് മനുഷ്യപ്രകൃതി എങ്കിൽ അതിൽ നൈതികവും സാമൂഹികവുമായ വലിയ പ്രശ്നങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് വിമർശനങ്ങളുണ്ടായി. 1978 പാട്രിക് സ്റ്റെപ്റ്റോയ്സ്, റോബർട്ട് എഡ്വേർഡ് എന്നിവർ ഗർഭപാത്രത്തിന് വെളിയിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകി. 1996 ആയപ്പോഴേക്കും ഡോക്ടർ വിൽമുട്ട് ക്ലോണിങ്ങിൽ ഡോളിയുടെ സൃഷ്ടി നടത്തിയതോടെ മനുഷ്യൻ്റെ ക്ലോണിംഗ് എന്ന ഒരു യാഥാർത്ഥ്യം നൈതികതയുടെ നേർക്ക് നേർ തന്നെ നിന്നു. അധികം താമസിയാതെ തന്നെ DNA ബ്ലൂ പ്രിന്റ് മോഡൽ കാലഹരണപ്പെടുന്നതാണ് നാം കാണുന്നത്. ഏതാണ്ട് അസംഗമായതുപോലെ, കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ക്രോമോസോമുകളുടെ ഉള്ളടക്കം മാത്രമല്ല, അതിലധികമാണ്. നിങ്ങളുടെ ശരീരമെന്നത് മനുഷ്യ സെല്ലിനേക്കാൾ കൂടുതൽ ബാക്ടീരിയ, ഫംഗി, ആർക്കിയ തുടങ്ങിയവയാണ്. കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ ഒരു സങ്കേതം മാത്രമാണ് നിങ്ങൾ. ദഹനം, ശരീരവർണ്ണം, രോഗപ്രതിരോധം, കാഴ്ച, എന്തിനധികം നിങ്ങളുടെ മൂഡ് പോലും നിർണയിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കളാണ് എന്ന നില. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളല്ല. ജീവശാസ്ത്രപരമായ നിങ്ങളെന്ന സ്വത്വം പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ സമൂഹങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമായി മാറി. ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് തുടങ്ങിയ ന്യൂറോ ടെക്നിക്കൽ ഉപകരണങ്ങൾ മനുഷ്യ സ്വത്വത്തെ ഉപകരണങ്ങളുടെ ലോകത്തേക്ക് കൂടി വ്യാപിപ്പിച്ചു. ജ്ഞാനോദയകാലം മുതൽ മനുഷ്യൻ്റെ അസ്തിത്വവും ഉള്ളടക്കവും സയൻസിൻ്റെ കണ്ണാടിയിൽ കൂടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലം ആ അസ്തിത്വം തന്നെ ഇല്ലാതാവൽ ആയി മാറി. പക്ഷേ പടിഞ്ഞാറൻ തത്വചിന്ത നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യുന്ന സ്വതന്ത്ര ചിന്ത അഥവാ ഫ്രീ വിൽ എന്നതിന് എന്ത് സംഭവിക്കും? പെറ്റ്, FMRI തുടങ്ങിയ ഉപകരണങ്ങളുടെ സഹായത്തോടെ ന്യൂറോ സയൻസ് തലച്ചോറിൻ്റെ മാപ്പിങ്ങിലൂടെ അപ്പോഴേക്കും ഒരു കാര്യം കണ്ടെത്തിയിരുന്നു. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് തീരുമാനിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗം പ്രത്യേകമായി പ്രവർത്തിക്കും. ഉദാഹരണമായി, നമ്മൾ കൈവിരലുകൾ അനക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അത് തികച്ചും നമ്മുടെ ഫ്രീ വില്ലിൻ്റെ ഒരു പ്രകടനവുമാണ്. പക്ഷേ നമ്മുടെ തലച്ചോറിൻ്റെ 2 ഭാഗങ്ങൾ കൂടുതലായി പ്രകാശിക്കും. മോട്ടോർ കോർട്ടക്സ് ഏതൊക്കെ ക്രമത്തിൽ നിങ്ങളുടെ പേശികൾ ചലിക്കണമെന്ന നിർദ്ദേശങ്ങൾ അയക്കും.
പ്രീമോട്ടോർ കോർട്ടക്സ് നിങ്ങളെ വിരലുകൾ ചലിപ്പിക്കാൻ തയ്യാറാക്കും. 1980കളുടെ ആദ്യം അമേരിക്കൻ ന്യൂറോ സയൻറ്റിസ്റ്റായ ബെഞ്ചമിൻ ലിബറ്റ്, ജർമ്മൻ ഫിസിയോളജിസ്റ്റായ ഹാൻസ് കോൺഹുബെർ എന്നിവർ ഫ്രീ വിൽ നിലനിൽക്കുന്നുണ്ടോ എന്നതിന് ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അതിൽ പങ്കെടുക്കുന്നവർ അവരുടെ സ്വന്തം തീരുമാനമനുസരിച്ച് അവർ തീരുമാനിക്കുന്ന സമയത്ത് തീരുമാനിക്കുന്ന കൈ ചലിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു സ്വിച്ച് അമർത്തണം. അവരുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ഒരു EEG റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും. പരീക്ഷണ ഫലം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അവർ സ്വമേധയാ സ്വിച്ച് അമർത്താൻ തീരുമാനിക്കുന്നതിന് ഏതാണ്ട് 1 സെക്കൻഡ് മുൻപേ അവരുടെ തലച്ചോർ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അവർ അതിനെ റെഡിനെസ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. അതായത് നാം നമ്മുടെ ഫ്രീ വിൽ ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മുടെ തലച്ചോർ തീരുമാനം എടുത്തു എന്നർത്ഥം. പിന്നെന്ത് ഫ്രീ വിൽ? ഇതിലൊരു വിരോധാഭാസം നിലനിൽക്കുന്നുണ്ട്. ലിബറ്റ് പരീക്ഷണവും തുടർന്നുള്ള മറ്റു പരീക്ഷണങ്ങളും കാണിക്കുന്നത് ഫ്രീ വിൽ എന്നത് ഒരു മിഥ്യ ആണെന്നാണ്. കാരണം ആ തീരുമാനമല്ല തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് പ്രേരകമായത്. ഏതാണ്ട് 1 സെക്കൻഡ് മുമ്പേ തലച്ചോർ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. നിരവധി വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും പൂർണ്ണമായി തൃപ്തികരമല്ല എന്നതാണ് വാസ്തവം. ഓസ്ട്രേലിയൻ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ മൈൻഡ്, ബ്രെയിൻ ആൻഡ് കോൺഷ്യസ്നെസ് ഡയറക്ടറുമായ ഡേവിഡ് ചാമിസ് ഈ പ്രഹേളിക്ക് കൊടുത്തിരിക്കുന്ന പേര് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ അനുഭവമായി എങ്ങനെ പരിണമിക്കുന്നു എന്നതാണ് ഈ പ്രശ്നം. അദ്ദേഹം ഇതിനെ പാൻസൈക്കിസം എന്ന് വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് തലച്ചോറിൻ്റെ ഒരു എപ്പിഫിനോമൻ അല്ല, പിന്നെയോ സ്ഥലം, കാലം തുടങ്ങിയ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഗുണം പോലെ മറ്റൊന്നാണ്. അതായത് സ്പേസ് ടൈം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളാകുന്നത് പോലെ കോൺഷ്യസ്നെസ് എന്നതും യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പ്രസിദ്ധ ന്യൂറോ സയൻറ്റിസ്റ്റ് വി രാമചന്ദ്രൻ തൻ്റെ ദ എമർജിങ് മൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഞാൻ എന്നതിൻ്റെ ഒരു ഉത്തരം ന്യൂറോ സയൻസിൻ്റെ ഭാഷയിൽ കണ്ടുപിടിക്കാൻ 3 വഴികളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഒരുപക്ഷെ നേരിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരിക്കാം. ആർക്കിമിഡീസിൻ്റെ യുറേക്ക രീതിയിലുള്ള ഒരു ഉത്തരം. പാരമ്പര്യം എന്ന പ്രഹേളികയ്ക്ക് DNA നൽകിയതുപോലുള്ള ഒരു ഉത്തരം. പക്ഷേ അത് അസാധ്യമായേക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, തലച്ചോറിൽ സംഭവിക്കുന്ന പ്രക്രിയകളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ നമുക്ക് ഇത് വിശദീകരിക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ഞാൻ എന്ന ഈ പ്രഹേളിക അതോടെ അവസാനിച്ചേക്കാം. ജീവൻ എന്ന പ്രഹേളികയെ നിരവധി ചാക്രിക പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത് പോലെ ഇതും ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. മൂന്നാമത്, ഒരുപക്ഷെ ഇതിനുള്ള നേരിട്ടുത്തരം
നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തായിരിക്കാം. ഒരുപക്ഷെ ഐൻസ്റ്റീൻ ഭൗതികശാസ്ത്രത്തിൽ വരുത്തിയ ഒരു വിപ്ലവം പോലെ വസ്തുക്കളുടെ ചലനവേഗത്തിന് ഒരു ഉയർന്ന പരിധി ഉണ്ടെന്ന് കണ്ടെത്തിയതുപോലെ ഈ പ്രശ്നം പരിഹരിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അതിശയിച്ചേക്കാം. ഉത്തരം എന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. നമ്മെ അത് എന്നും തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എനിക്കൊരു പുതിയുഗ ഗുരുവാകാനുള്ള ആഗ്രഹം ഒന്നുമില്ല. എന്നാൽ പൗരാണിക ഇന്ത്യൻ ചിന്തയിൽ ഇതിന് വ്യക്തമായ ഒരു സമാന്തരമുണ്ട്. അതായത് ഞാനല്ലാത്തത് എന്ന വിഭജനം ഒരു യാഥാർത്ഥ്യമല്ല. അതും ഇതും ഒന്നു തന്നെയാണ്. സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ അന്വേഷിക്കുന്ന ഒരു പ്രഹേളികയാണിത്. ഒരു തരത്തിലും മനസ്സിലാകാത്ത ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉള്ളടക്കരാഹിത്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ഏണസ്റ്റ് ബക്കർ തൻ്റെ ഡിനയൽ ഓഫ് ഡെത്ത് എന്ന ഗ്രന്ഥത്തിൽ 1974 പുലിറ്റ്സർ പ്രൈസ് വാങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: എല്ലാ സമൂഹവും എല്ലാ കാലത്തും മനുഷ്യജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു കടങ്കഥയാണ്. ഔദ്ധത്യപൂർവമായ ഒരു അർത്ഥനിർമ്മിതി. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചിന്തിച്ചാലും ഇല്ലെങ്കിലും എത്ര തന്നെ തന്മയത്തോടെ അതിലെ മതപരമായ മുദ്രകളും ആത്മീയമായ ആശയങ്ങളും ഒളിപ്പിച്ചു വെച്ചാലും എല്ലാ സമൂഹവും ഒരു മതം മാത്രമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ സാംസ്കാരിക നിർമ്മിതിയുടെയും മതപരമായ ഈ വശം മനഃശാസ്ത്രപരമായി ആദ്യമായി കാണിച്ചു തന്നത് ഓസ്ട്രേലിയൻ സൈക്കോ അനലിസ്റ്റും ഫ്രോയിഡിൻ്റെ സന്തത സഹചാരിയുമായിരുന്ന ഓട്ടോ റാങ്ക് ആയിരുന്നു. ബക്കർ ഇതിൽ നിന്നും ഒരു പടി കൂടി പോയി. മനുഷ്യ ചരിത്രത്തിൻ്റെ ഇതപര്യന്തമുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളെല്ലാം കല, സംഗീതം, സാഹിത്യം, മതം, ദേശീയത, രാഷ്ട്രീയവും സാമൂഹികവുമായ മുന്നേറ്റങ്ങൾ എല്ലാം മരണമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവിലുണ്ടാക്കുന്ന ഒരു മാനസിക പ്രതിരോധം മാത്രമാണെന്ന് അദ്ദേഹം വാദിച്ചു. മനുഷ്യൻ ഒരേ സമയം രണ്ട് ലോകങ്ങളിലാണ്. ഭൗതിക ലോകത്തിലും ആശയങ്ങളുടേതും അർത്ഥതലങ്ങളുടേതുമായ ലോകത്തിലും. അങ്ങനെ രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതീകാത്മകമായ ഈ വശത്തെ ബക്കർ അനശ്വരതാ തന്ത്രം അഥവാ ഇമ്മോർട്ടാലിറ്റി പ്രോജക്റ്റ് എന്ന് വിളിക്കുന്നു. ഇത്തരം വഴികളിലൂടെ, പദ്ധതികളിലൂടെ അഥവാ ബന്ധങ്ങളിലൂടെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അർത്ഥപൂർണമായ ഇത്തരം ഒരു പദ്ധതികളിലും നാം ബന്ധപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് മനുഷ്യനെ വിഷാദരോഗിയാക്കുന്നത്. കാരണം അത്തരം പദ്ധതികളുടെ അഭാവം നമ്മെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം അർത്ഥങ്ങൾ കണ്ടെത്തുന്നതിലെ അപര്യാപ്തതയാണ് ഒരാളെ മാനസിക രോഗിയാക്കുന്നത്. കാരണം നശ്വരതയ്ക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ യാതൊരു ലക്ഷ്യവും കാണാതെ വരുമ്പോൾ ഒരാൾ അയാളുടേതായ ഒരു തനത് യാഥാർത്ഥ്യം സൃഷ്ടിച്ചു തുടങ്ങും.
പരസ്പര വിരുദ്ധങ്ങളായ അനശ്വരതാതന്ത്രങ്ങളുടെ സംഘർഷമാണ് യുദ്ധം, മതഭ്രാന്ത്, വംശഹത്യ, വംശീയത, ദേശീയത തുടങ്ങിയവയുടെ എല്ലാം അടിസ്ഥാനം. നമ്മുടെ അനശ്വരത മാത്രമാണ് നമ്മളുടെ ശരി. പക്ഷേ ലോകത്തിൽ ഇന്ന് വരെ ഒരു മതവും ഒരു ശാസ്ത്രവും മനുഷ്യൻ്റെ ഈ അന്വേഷണത്തിന് കൃത്യമായ ഒരു ഉത്തരവും നൽകിയിട്ടില്ല. അതുകൊണ്ട് മനുഷ്യൻ ഇനിയും പുതിയൊരു വ്യാമോഹം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിന് അർത്ഥപൂർണമായ ഒരു ചിത്രം നൽകാൻ നാം നിരന്തരമായ ഭീതിയിലാണ്. എവിടെ നിന്നോ ഉത്ഭവിച്ചു, ഞാനെന്ന ബോധവും പേറി ആഴത്തിലുള്ള വികാരങ്ങളും എന്തിനോ വേണ്ടിയുള്ള അഭിവാഞ്ചയും എന്തൊക്കെയോ ആയിത്തീരാനുള്ള അദമ്യമായ ആശങ്കയും ഒടുവിൽ മരണവും. നന്ദി.